അമൃത ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലാണ്, സ്റ്റാച്യു കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമുണ്ട് എന്നൊരു ചോദ്യം വരില്ലേ? ഞാനതാ പറഞ്ഞു വരുന്നത്. ഇതാണ് പറഞ്ഞത്, എക്കണോമിക്സ് അറിയാത്ത ആളുകളാണ് ഇങ്ങനെയുള്ളൊരു നറേറ്റീവ് സൃഷ്ടിച്ചു വിടുന്നത്. 3000 കോടി ചിലവഴിച്ചു, ഒരു വർഷം ഒരു 150-200 കോടി വരുമാനം. എത്ര വർഷം കൊണ്ട് ഇത് റിക്കവർ ആകും? 10-20 വർഷം കൊണ്ട് എന്തായാലും റിക്കവർ ആവുമല്ലോ. ശരി, ആ മേഖലയിലുള്ള ആളുകളുടെ വരുമാനം ഒരു 10-25,000, 30,000, 50,000 ആളുകൾക്ക് തൊഴിൽ, ആ മേഖലയിലുള്ള റോഡിൻ്റെ വികസനം, ആ സ്ഥലത്തിൻ്റെ വില വർദ്ധിക്കൽ, ഒന്നുമില്ലാതെ കിടന്ന അതായത് ഗുജറാത്തിനെ സംബന്ധിച്ച് 3000 കോടി ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, നമുക്കാണ് ഈ 3000 കോടിയൊക്കെ വലിയൊരു സംഖ്യ. 3000 കോടി എന്ന് പറയുന്നത് തുക പൈസ തന്നെയാണല്ലോ. ആയിക്കോട്ടെ, ആ പൈസക്ക് നമുക്ക്, ഞാനതാ ചോദിക്കുന്നത്, 3000 കോടിയുടെ പ്രതിമ ഇൻവെസ്റ്റ്, കാരണം ആ സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റിയ മറ്റൊരു വലിയ പ്രൊജക്റ്റ് ഇല്ലായിരുന്നു. ആ പ്രതിമ കൊണ്ടുവന്ന് ആ ഭാഗത്തെ ആളുകൾക്ക് കൃത്യമായിട്ട് ഒരു തൊഴിലും അവിടുത്തെ വികസനവും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ പൈസ റിക്കവർ ചെയ്ത് ഞാൻ പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അപ്പോഴും എൻ്റെ സംശയം അതല്ല. അതൊരു ട്രൈബൽ വില്ലേജ് അല്ലെങ്കിൽ ട്രൈബൽ ആയിട്ടുള്ള ആളുകൾ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ ഒരു പ്രതിമയായിരുന്നോ വരേണ്ടിയിരുന്നത്, അതോ അവിടെ മറ്റൊരു ഒരു ഹോസ്പിറ്റൽ ആയിരുന്നോ വരേണ്ടിയിരുന്നത്? പ്രതിമയോടൊപ്പം ഇതെല്ലാം വന്നിട്ടുണ്ട് അവിടെ. പ്രതിമ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പ്രതിമ വന്നു, ഇപ്പോൾ പ്രതിമ കാണാൻ ആളുകൾ വരുന്നു, അവിടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഹോസ്പിറ്റൽ വേണ്ടേ, അവർക്ക് താമസിക്കാൻ ഹോട്ടൽ വേണ്ടേ, അവർക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സൂപ്പർ മാർക്കറ്റ്സ് വേണ്ടേ, അവർക്ക് അവിടെ ടാക്സികൾ വേണ്ടേ, അവർക്ക് റോഡ് വേണ്ടേ അവിടെ എത്താൻ. പ്രതിമ മാത്രമല്ല വരുന്നത്, പ്രതിമയോടൊപ്പം വരുന്ന കാര്യത്തിൽ പാക്കേജിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ ജഡായുപ്പാറ വന്നു, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ജഡായുപ്പാറ, ചടയമംഗലക്കാരോട് വെറുതെ ഒന്ന് പോയി നോക്കുക. അതുകൊണ്ട് അവർക്ക് നഷ്ടമാണോ ഗുണമാണോ ഉണ്ടായിട്ടുള്ളത്? അവർക്ക് ഗുണം തന്നെയായിരിക്കും. ഗുണമായിരിക്കും. കാരണം വെച്ചാൽ ഒരു പാറ വരുമ്പോൾ അവിടെ ടൂറിസ്റ്റുകൾ വരും, ആ ഒരു പ്രതിമ വരുമ്പോൾ ടൂറിസ്റ്റുകൾ വരും, ചുറ്റുഭാഗത്തുള്ള ആളുകളുടെയൊക്കെ സ്ഥലത്തിന് വില കൂടും, അവർക്ക് ഹോട്ടൽ തുടങ്ങാൻ പറ്റും, പുറത്തുനിന്ന് വരുന്നവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കാൻ പറ്റും, അവിടെ ഹോസ്പിറ്റൽ വരും, അവിടെ പലതരത്തിലുള്ള സാധനങ്ങൾ വരും. അതുകൊണ്ടാണ് പ്രതിമ ഒറ്റയ്ക്കല്ല വരുന്നത്, പ്രതിമ ഒരു പാക്കേജായിട്ടാണ് വരുന്നത്.